ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 16. ദൈവത്തിൻ്റെ മങ്ങാത്ത ഓർമ്മ. ഞാൻ നിന്നെ മറക്കയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 15 വാക്യം. ഒരു വ്യക്തിയുടെ കൈവശം $40 കോടി വില വരുന്ന ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നു. എന്നാൽ അയാൾക്ക് അതിൻ്റെ ഒരു പൈസ പോലും എടുക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ ഫണ്ടുകൾ ശേഖരിച്ചിരുന്ന ഉപകരണത്തിൻ്റെ പാസ്വേഡ് അയാൾക്ക് നഷ്ടപ്പെട്ടു. അതിലും വലിയ ദുരന്തം, 10 പാസ്വേഡ് ശ്രമങ്ങൾക്ക് ശേഷം സ്വയം നശിപ്പിക്കപ്പെടുന്നതായിരുന്നു ഉപകരണം. എന്നേക്കുമായി നഷ്ടപ്പെട്ട ഒരു ഭാഗ്യം. ഒരു ദശാബ്ദക്കാലം ആ മനുഷ്യൻ വേദനിച്ചു. തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാവുന്ന നിക്ഷേപത്തിൻ്റെ പാസ്വേഡ് ഓർത്തെടുക്കുവാൻ തീവ്രമായി ശ്രമിച്ചു. 8 പാസ്വേഡ് പരീക്ഷിച്ചിട്ട് 8 തവണ പരാജയപ്പെട്ടു. 2021 എല്ലാം ആവിയായി പോകുന്നതിന് മുമ്പ് തനിക്ക് 2 അവസരങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എന്ന് അയാൾ വിലപിച്ചു. നമ്മൾ മറവിയുള്ള ആളുകളാണ്. ചിലപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ മറക്കുന്നു, അതായത് നമ്മുടെ താക്കോലുകൾ എവിടെ വെച്ചു എന്ന കാര്യം. ചിലപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ മറക്കുന്നു, അതായത് ദശലക്ഷക്കണക്കിന് ഡോളർ അൺലോക്ക് ചെയ്യുന്ന ഒരു പാസ്വേഡ്. ഭാഗ്യവശാൽ ദൈവം നമ്മെപ്പോലെയല്ല. തനിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളെയോ ആളുകളെയോ ദൈവം ഒരിക്കലും മറക്കുകയില്ല. കഷ്ടകാലങ്ങളിൽ ദൈവം തങ്ങളെ മറന്നുവെന്ന് ഇസ്രായേൽ ഭയപ്പെട്ടു. യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവെന്നെ മറന്നു കളഞ്ഞു എന്നവർ വിലപിച്ചു. എന്നിരുന്നാലും അവരുടെ ദൈവം എപ്പോഴും ഓർക്കുന്നുവെന്ന് യെശയ്യാവ് അവർക്ക് ഉറപ്പു നൽകി. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? പ്രവാചകൻ ചോദിക്കുന്നു. തീർച്ചയായും മുലയൂട്ടുന്ന കുഞ്ഞിനെ അമ്മ മറക്കയില്ല. ഇനി ഒരമ്മ അത്തരമൊരു അസംബന്ധം ചെയ്താലും ദൈവം നമ്മെ ഒരിക്കലും മറക്കില്ലെന്ന് നമുക്കറിയാം. നോക്കൂ, ദൈവം പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ പേരുകൾ സ്വന്തം അസ്തിത്വത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. അവൻ സ്നേഹിക്കുന്നവരെ മറക്കാൻ കഴിയുകയില്ലെന്ന് ഓർക്കുക. ചിന്തിക്കുക, എപ്പോഴാണ് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നത്? ദൈവത്തിൻ്റെ ശക്തമായ ഓർമ്മയെക്കുറിച്ചുള്ള അറിവ് നിങ്ങളെ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ദൈവത്തിന് മഹത്വം.